പുരുഷന്മാരിലെ വന്ധ്യത പരിശോധനയൊന്നുമില്ലാതെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലൈംഗിക താല്പര്യക്കുറവ്, അതുപോലെ ലൈംഗിക ശേഷിക്കുറവ്. ഇവ രണ്ടും ഒരുമിച്ച് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒന്ന് അവരിൽ കണ്ടുവരുന്നതാണ്. ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് വൃഷ്ണസഞ്ചിയുടെ പരിശോധന. ഇത് കൃത്യമായിട്ട് എല്ലാ പുരുഷന്മാർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. വൃഷ്ണങ്ങൾക്ക് എന്തെങ്കിലും വേദനയോ മറ്റോ അനുഭവപ്പെടുക, അല്ലെങ്കിൽ വൃഷ്ണങ്ങളിലെ എന്തെങ്കിലും തടിപ്പോ അല്ലെങ്കിൽ ഞരമ്പ് ചുളുങ്ങിയതുപോലെ കാണപ്പെടുകയോ എന്തെങ്കിലും ചെയ്യുക, ഏതെങ്കിലും വൃഷ്ണങ്ങൾക്ക് വലുപ്പക്കുറവ് തോന്നുക, അതല്ലെങ്കിൽ ഏതെങ്കിലും വൃഷ്ണസഞ്ചിയിൽ കാണുന്നില്ല എന്ന് തോന്നുക. ചില ആളുകളിലാണെങ്കിൽ ക്രിപ്റ്റോർക്കിഡിസം എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. വൃഷ്ണങ്ങൾ അബ്ഡമനിൽ നിന്ന്, അതായത് നമ്മുടെ ഉദരഭാഗത്തു നിന്ന് താഴെ വൃഷ്ണസഞ്ചിയിലേക്ക് ഇറങ്ങാത്ത അവസ്ഥയുള്ള ആളുകളിലും ഇതുപോലെ വന്ധ്യത ഉണ്ടാവും. പുരുഷന്മാരിൽ കണ്ടുവരുന്ന തരത്തിലുള്ള ഫേഷ്യൽ ഹെയർ ഗ്രോത്തുകൾ, മുഖത്തുള്ള രോമങ്ങൾ, അതുപോലെ ചെസ്റ്റിലും മറ്റു ഭാഗങ്ങളിലുമായിട്ടുള്ള രോമ വളർച്ചയുടെ കുറവ്, ചില പുരുഷന്മാരിൽ സ്ത്രീകളോട് സാമ്യം തോന്നുന്ന രീതിയിലുള്ള ചെസ്റ്റിന്റെ വലുപ്പ കൂടുതൽ, ഇവയെല്ലാം വന്ധ്യതയുടെ ഒരു സൈനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ കുറച്ച് മാത്രം ആളുകളിൽ കാണപ്പെടുകയും എന്നാൽ ഇത് കാണുന്ന ആളുകളിൽ വന്ധ്യതയ്ക്കുള്ള സാധ്യത കൂടുതലും ഉള്ള ഒരു സൈനാണ് സ്മെല്ല് എടുക്കാനുള്ള കഴിവ് കുറയുന്നത്. ചില ആളുകൾക്ക് സ്മെല്ല് തീരെ ഉണ്ടായിരിക്കില്ല. ഇത് ഒരു ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ്. അതുപോലെ സ്ഥിരമായിട്ട് ചെസ്റ്റ് ഇൻഫെക്ഷൻ വരുന്ന പുരുഷന്മാരിലും പുരുഷ വന്ധ്യതയ്ക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്.